സുഹൃത്തുക്കളെ, നാഷണൽ ഹൈവേയുടെ പുതിയൊരു അപ്ഡേഷൻ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് എറണാകുളം ചെറിയപ്പള്ളിയുടെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലായിട്ട് അപ്പാർട്ട്മെൻറ്റുകൾ അഥവാ നമ്മുടെ ലോഡിങ് വന്ന് സെറ്റ് ചെയ്യാനുണ്ട്. രണ്ട് സൈഡിലെ റാമ്പ് വർക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ മുകളിലെ ക്രാഷ് ബാരിയറും ഡിവൈഡറും ഒന്നും വാർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയപ്പള്ളി പാലം, പുതിയ പാലം സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു ഭാഗം തുടങ്ങി എടപ്പള്ളി വരെ കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ റോഡ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. റൈറ്റ് സൈഡിൽ സർവീസ് റോഡ് നമ്മുടെ ആ ചെറിയപ്പള്ളി പഴയ ഹൈവേയുടെ ആ ഒരു ഭാഗത്തോട്ട് എത്തി നിൽക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും ആയിട്ടില്ല. ചെറിയ രീതിയിൽ റിട്ടേൺ വാളുകളൊക്കെ കെട്ടിപ്പൊക്കി വരുന്നുണ്ടല്ലേ. അപ്പോൾ ചെറിയപ്പള്ളി നമ്മുടെ ആ ഒരു എറണാകുളത്ത് നിന്ന് വരുന്ന ആ ഒരു വഴിയാണ്, പഴയ ബ്ലോക്കുള്ള ആ ഒരു റോഡാണ് കാണുന്നത്. എറണാകുളം പോയി വരുന്നവർക്കറിയാം നമ്മുടെ ആ ഒരു വഴിയിലെ ചില സമയങ്ങളിലെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല കേട്ടോ. വലിയ വണ്ടികൾ, വലിയ കണ്ടെയ്നറുകൾ 42 ഒക്കെ വരുന്ന സമയത്ത് വളഞ്ഞു പോകാൻ വളരെ പ്രയാസമുള്ളൊരു വഴി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദൈവമായിട്ട് ചെറിയൊരു അണ്ടർപാസ് എന്ന് പറയാൻ പറ്റില്ല, അടിയിൽ കൂടെ കനാൽ പോകാനായിട്ടുള്ള ഒരു കൾവർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. ആദ്യമേ തന്നെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് റൈറ്റിൽ പഴയ നമ്മുടെ ഹൈവേയിലോട്ട് തന്നെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ആ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൈറ്റിലോട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളും ആ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഫ്രീ ആവുമെന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ നമ്മളെ വടക്കുന്ന് എറണാകുളത്തോട്ട് വരുന്നവർക്ക് വളരെ ആശ്വാസമുള്ളൊരു റോഡായി മാറും. കാരണം തിരക്ക് ഭയങ്കരമായിട്ട് കുറയുമെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ വണ്ടികളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ എന്നാലും നിലവിലുള്ള സാഹചര്യത്തിലും വിട്ട് ഒരുപാട് ആശ്വാസമാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു NH66 ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. കാരണം വെച്ചാൽ എറണാകുളത്ത് പോയി വരുന്ന തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുങ്ങല്ലൂർക്കാരും, ഞാൻ കൊടുങ്ങല്ലൂർക്കാരനാണ്, എനിക്ക് തികച്ചും എറണാകുളത്തോട്ടാണ് പല കാര്യങ്ങൾക്കും എളുപ്പം പോകാം. പക്ഷേ തൃശ്ശൂർക്ക് ദൂരം കൂടുതലും എറണാകുളത്തേക്ക് ദൂരം കുറവാണ്. പക്ഷേ എത്തിപ്പെടാൻ തൃശ്ശൂരാണ് സുഖമുണ്ട്. കാരണം വെച്ചാൽ നിലവിലെ റോഡിൻ്റെ സാഹചര്യം തൃശ്ശൂർ കുറച്ച് മോശമാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് എത്തിപ്പെടാൻ അതിലേക്കും ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ചെറിയ റോഡുകളും അതേപോലെ തന്നെ ബ്ലോക്കും ഭയങ്കര സീനാണ് എറണാകുളം പോയി വരാനായിട്ട്. അപ്പോൾ ഗണ്ടാറിൻ്റെ വെളി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് പറമ്പുകളുണ്ടല്ലേ പടിഞ്ഞാറ് സൈഡിലായിട്ട്. അപ്പോൾ അതിമനോഹരമായ പറമ്പുകളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകണം. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വർക്കുകൾ ഓറിയൻ്റൽ കമ്പനി വളരെ വൈകിയാണ് തുടങ്ങിയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും ഭാഗികമായിട്ടാണ് വർക്കുകളൊക്കെ നീക്കി പോകുന്നത് കേട്ടോ. നമ്മളിങ്ങനെ എത്തിപ്പെടാൻ പോകുന്നത് വഴിക്കുളങ്ങര അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ്. വഴിക്കുളങ്ങര രംഗനാഥ് ഓഡിറ്റോറിയം, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വഴിക്കുളങ്ങര എന്ന് പറയുമ്പോൾ. ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ കാറ്ററിങ്ങിൻ്റെ വർക്കിനൊക്കെ വന്നിരുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പറവൂരിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ KMK കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പെട്രോൾ പമ്പ് ഇട്ട ഈ വഴിക്കുളങ്ങര ഭാഗത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഭാഗികമായിട്ട് പല സ്ഥലങ്ങളിലും പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വഴിക്കുളങ്ങര എത്തുമ്പോഴാണ് നമ്മുടെ നാഷണൽ ഹൈവേ, പഴയ നാഷണൽ ഹൈവേനോട് നമ്മുടെ ആ റോഡ് പുതിയ NH66 ഇവിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഒരു വി ഷേപ്പിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ വഴിക്കുളങ്ങരയിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ വെടിമറ നമുക്ക് ആ ഒരു ഇതൊക്കെ പിടിച്ച് നമ്മുടെ ആലുവ പോകുന്ന റൂട്ടിലോട്ടൊക്കെ കയറാൻ വളരെ സുഖമുണ്ടാകും. അപ്പോൾ ആ വഴിക്കുളങ്ങര തുടങ്ങി ഈ റോഡ് നമ്മുടെ ഈ പഴയ റോഡുമായി ഇവിടെ പറഞ്ഞ് പോവുകയാണ്. ഇനി ഇത് കൂട്ടിമുട്ടണമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലേബർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പഴയ റോഡുമായിട്ട് ഇത് ടച്ച് ചെയ്യുന്നത്. അത്രയും ദൂരം ഇത് ഉള്ളിലൂടെയാണ് പോകുന്നത്. വളരെ വിജനമായ സ്ഥലങ്ങളിലൂടെയാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴി തന്നെ ഒന്നിപ്പോൾ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോകുന്ന ചിറ്റാറ്റുകര പാലം, അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പാലങ്ങളും കൾവർട്ടുകളൊക്കെ ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് കൈത്തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വഴിക്കുളങ്ങര അണ്ടർപാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഹൈറ്റ് കൂട്ടി നമ്മുടെ ബ്ലോക്ക് വെച്ചിട്ടുള്ള 6 ബ്ലോക്കുകൾ വെച്ചിട്ടുള്ള വർക്കുകളാണ് ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മുകളിൽ ക്രാഷ് ബാരിയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൽപ്പൊടിയൊക്കെ ലോഡ് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ, അടിച്ച് സെറ്റാക്കി പരത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു റാമ്പ് ഇറങ്ങി വരുന്ന വഴി തുടങ്ങി ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് കുറച്ച് ദൂരം വരെ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ എന്താ പറയുക ക്രാഷ് ബാരിയർ ഇല്ല. അപ്പോൾ അതിന് ഒരു മെർജിങ് പോയിൻ്റ് ആണോ അല്ലേന്ന് അറിയില്ല. നിലവിൽ ചിലപ്പോൾ പണിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഒഴിച്ചിട്ടതായിരിക്കാം. അപ്പോൾ അതേ ബ്ലോക്കും കാര്യങ്ങളല്ലേ ഈ ഒരു ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ ബ്ലോക്കുകളൊക്കെ വാർത്തി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് നോക്കിയാൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിലവിൽ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ആംബിയൻസും മാറി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 6 ലൈൻ അല്ലേ ആ ഒരു ഫിനിഷിങ്ങിൽ ഈ ഒരു ഭാഗം വന്നിട്ടുണ്ട്. സർവീസ് റോഡുകൾ കുറച്ച് വീതി കുറവാണെന്ന് എനിക്കൊരു പേഴ്സണലി ഒരു തോന്നലുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് തൃശ്ശൂരിൻ്റെ ആ ഒരു റേഞ്ചിലോട്ട് വരുമ്പോൾ സർവീസ് റോഡുകളൊക്കെ കുറച്ചും കൂടെ വീതി കൂടുതൽ പോലെയുണ്ട്. പക്ഷേ ഈ ഒരു റേഞ്ചിൽ ഇത്തിരി വീതി കുറവ് പോലെയാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ വലിയൊരു വണ്ടി പോകുന്ന സമയത്ത് നമുക്ക് അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. പക്ഷേ തൃശ്ശൂരത്തെ പല റോഡുകളിലും നമുക്കത് സാധ്യമാണെന്ന് തോന്നുന്നു. എൻ്റെ പേഴ്സണലിയുള്ളൊരു തോന്നലാണെന്നറിയില്ല. അങ്ങനെ അടുത്ത ഒരു അണ്ടർപാസിലോട്ടുള്ള കയറ്റമാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ തോന്നിയാവ്, നമ്മുടെ വൈറ്റ് സിറ്റി ആ ബാറിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന വഴിയിലുള്ള അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ.
അപ്പോൾ റൈറ്റിലോട്ട് നോക്കിയാൽ കാണാം നമുക്ക് ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തും നമ്മുടെ 6 പാനലുകൾ വെച്ചിട്ട് പൊക്കി വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ അണ്ടർപാസിൻ്റെ ഇടയിൽ കൂടെ യാത്ര യോജ്യമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ റാമ്പും കാര്യങ്ങളൊക്കെ പൊന്തി വന്നാലേ അത് മനോഹരമായി തീരുള്ളൂ. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ അത്യാവശ്യം സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മോളിങ് എന്താ പറയുക, ഡിവൈഡറിൻ്റെ വർക്കുകളുണ്ട്, അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് അണ്ടർപാസിൻ്റെ ടോപ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ മെഷീനറികളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതൊക്കെ 6 പാനലുകളുടെ വർക്കുകളൊക്കെ നടക്കുന്നു, കൽപ്പൊടി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നു. ഈ ഒരു അണ്ടർപാസിൻ്റെ റാമ്പും അണ്ടർപാസിൻ്റെ വർക്കുകളും മാത്രമാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത് ഈ റോട്ടിൽ. പിന്നെ ഭാഗികമായിട്ട് ചില സ്ഥലങ്ങളിൽ വർക്ക് കുറച്ച് സ്ലോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അണ്ടർപാസ് ഇറങ്ങി വരുന്നതോടുകൂടി നമ്മുടെ റോഡിൻ്റെ ആ ഒരു 6 ലൈൻ മെത്തേഡിലോട്ട് നമ്മുടെ റോഡ് ഇങ്ങനെ മാറിയിട്ട് ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു കറവോടുകൂടി നമ്മുടെ റോഡ് ഇങ്ങനെ വളഞ്ഞ് പോവുകയാണ്. അടുത്തൊരു അണ്ടർപാസ് എന്ന് പറയാൻ നമുക്ക് ഇനി വരാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചെറായിനെയും പറവൂരിനെയൊക്കെ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ പെരുമ്പടന്ന ആ ഒരു റോഡുണ്ടല്ലോ. അപ്പോൾ ആ റൂട്ടിലാണ് നമ്മുടെ അടുത്തൊരു അണ്ടർപാസ് വരാൻ പോകുന്നത്. അപ്പോൾ അതുവരെ നമ്മുടെ റോഡിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന രീതിയിലാണ്. 2 സൈഡിലോട്ടും സർവീസ് ലൈനുകളൊക്കെ ഒതുക്കി മാറ്റി. അപ്പോൾ ഇനി ഒരു ബ്ലോക്കുകളൊക്കെ ഈ ഒരു റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇനി ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ലൈൻ മാർക്കിംഗ് വർക്കുകൾ അതേപോലെ തന്നെ ലൈറ്റ് വർക്ക് കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ ഹെവി ആ ഒരു സെറ്റിലോട്ടായിട്ടെ. കാരണം വെച്ചാൽ അടുത്തൊരു മഴയ്ക്ക് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സത്യത്തിൽ ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷം ശക്തമായ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ 2ാമത്തെ വർഷമായി നമ്മുടെ റോഡ് പണി പല സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ട്. നമുക്ക് മുൻ വർഷങ്ങളിലുണ്ടായ പോലത്തെ മഴ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ പല ഭാഗങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളക്കെട്ട് വരുന്നത് കൊണ്ട് തന്നെ റോഡിൻ്റെ പണിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവർ പല സ്ഥലങ്ങളിലും വർക്കിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവയ്ക്കണം വരെ കണ്ണിങ് ആയിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെയാണ് ആദ്യം തന്നെ മാക്സിമം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല മെറ്റീരിയലുകളും ഇവരുടെ അവൈലബിലിറ്റി കുറഞ്ഞ സമയത്തും ഇവർ ബാക്കിയുള്ള പണികൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് പണികൾ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ ബൈൻഡിങ്ങിൻ്റെ പണികൾ, അങ്ങനത്തെ പണികളൊക്കെ തന്നെയാണ് പല കൺസ്ട്രക്ഷൻ കമ്പനി മെയിനായിട്ട് നോക്കിയിട്ടുള്ളത് കേട്ടോ. നിലവിലെ സാഹചര്യത്തിൽ ഇവർ എടപ്പള്ളി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ, നമ്മുടെ ബിസ്മി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കോട്ടപ്പുറം ടോളക്കില്ല ആ ഒരു ഭാഗം വരെ ഇവിടെ വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ കോട്ടപ്പുറം പാലത്തിൻ്റെ ക്യാപ്പ് പൊന്തി മാത്രം നിൽക്കുന്നുള്ളൂ. നിലവിൽ വേറെ എന്തോ ഒരു ആംബിയൻസിലോട്ടാണ് ഇതിൻ്റെ പണി തള്ളി നിൽക്കാൻ പോകുന്നതൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വിചാരിച്ച പ്ലാനിങ്ങിലല്ല. അപ്പോൾ ചെറിയ രീതിയിൽ ആ ഒരു ഭാഗമൊക്കെ ലാഗ് തന്നെ ഉണ്ടാകും. എന്നാലും ഏറ്റവും വൈകി തുടങ്ങിയ ടീം എന്നുള്ള രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ വർക്ക് അത്യാവശ്യം സ്പീഡ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. പല വർക്കുകളും കുറച്ചുകൂടി സ്മാർട്ടായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പെരുമ്പടന്ന അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്താണ്, കുറച്ച് വലിയ രീതിയിലുള്ള ഒരു അണ്ടർപാസാണ് അല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉള്ളൊരു സമയം തന്നെയാണ് ഈ ഒരു ഭാഗത്തും വരുന്നത്. കാരണം വെച്ചാൽ കുറച്ച് കറങ്ങി വേണം ഇപ്പോൾ നിലവിലെ റോഡിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ലെഫ്റ്റിലോട്ട് നമുക്കറിയാം ചെറായി, നമുക്ക് എറണാകുളം ആ ഒരു വൈപ്പിൻ റൂട്ടൊക്കെ പിടിക്കാൻ പോകുമ്പം റൈറ്റിലോട്ടാണെങ്കിൽ നമ്മുടെ പറവൂർ KMK ആ ഒരു വഴി. ഇനി ഇവിടെ ദേശം കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിറ്റാറ്റുകര ആ ഒരു പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് വടക്ക് നിന്ന് തെക്കോട്ടാണ് നോക്കുന്നത് വെച്ചാൽ പറവൂർ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തോട്ടാണ് ഇപ്പോൾ നോക്കി കാണുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു അണ്ടർപാസിൻ്റെ ടോപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഭാഗത്ത് പക്ഷേ ഈ ഡിവൈഡറും അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ മാത്രം പെയിൻറ്റിങ് ഉള്ളൂ. നമ്മുടെ പെരുമ്പടന്ന മാർക്കറ്റൊക്കെ ലെഫ്റ്റ് സൈഡ് ഭാഗത്തുള്ളത് കേട്ടോ. നമ്മുടെ ചിറ്റാറ്റുകര ആ ഒരു പാലം ആ ഒരു എൻഡിങ്ങിൽ അവസാനിക്കണം. അതുപോലെ 2-3 കൊച്ചു പള്ളികളൊക്കെ ഉണ്ട്, മനോഹരമായ പള്ളികളൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഇനിയൊരു ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കെട്ടുകളൊക്കെ ഉള്ള സ്ഥലമുണ്ടാകും. നല്ല ആംബിയൻസിന് പെരുമ്പടന്നുള്ളിലോട്ടും അതേപോലെ തന്നെ നമ്മുടെ ചിറ്റാറ്റുകര പട്ടണങ്കാലുള്ളിലോട്ടൊക്കെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നല്ല ആംബിയൻസിലോട്ടാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് തെക്ക് നിന്ന് വടക്കോട്ടാണ് നമ്മുടെ വിഷ്വൽ പോകുന്നത്. അപ്പോൾ ചിലർക്ക് കാണുമ്പോഴൊരു കൺഫ്യൂഷൻ വരും, പ്രത്യേകിച്ച് നാട്ടിലുള്ള ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു വിഷ്വൽ കാണുന്ന സമയത്തേക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സെൻറ്ററിൽ കൂടെ നമ്മുടെ പഴയ ലൈൻ പോസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡ്, നമ്മുടെ മെയിൻ റോഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ ആറിവാളുകൾ ആ ഒരു ഭാഗത്ത് തുടങ്ങി തന്നെ പൊക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ളി കോൺക്രീറ്റഡ് തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. പറക്കി വെക്കുന്ന ആ ഒരു മെറ്റീരിയൽ ആയിട്ട് ഈ ഭാഗത്തില്ല. അപ്പോൾ നിലവിൽ നമ്മുടെ ചിറ്റാറ്റുകര പാലത്തിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടി നിലവിൽ താഴെ കൂടെ അത്യാവശ്യം ബോട്ടുകളൊക്കെ, ചെറു ബോട്ടുകൾ, വഞ്ചികളൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പാലത്തിനോട് യോജിക്കുന്ന റീറ്റെയിനിങ് വാളുള്ള കോൺക്രീറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പാലത്തിൻ്റെ 1, 2, 3, 4, 5 ലെയറുകളായിട്ടുള്ള വാർക്ക കഴിഞ്ഞിട്ടുണ്ട്. 6ാമത്തെ ലെയറായിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലവും ആംബിയൻസൊക്കെ ഒരു രക്ഷയില്ല. ഈ ഒരു പാലത്തിൻ്റെ ഫ്ലോ പിടിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചിറ്റാറ്റുകര പഴയ പാലം ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് പാലത്തിൻ്റെ ഫ്ലോ പിടിച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ഉണ്ടാകും. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ
ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ ഈ ഒരു ഭാഗമായിട്ട് വന്നപ്പോഴാണ് ആ ഉള്ളിലോട്ടൊക്കെ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അപ്ഡേഷൻ വരുമ്പോൾ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറൂര് ചിറ്റാറ്റുര പാലത്തിൻ്റെ ആംബിയൻസാണ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പുതിയ പാലത്തിൻ്റെ, പഴയ പാലത്തിൻ്റെ അത്രയും ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ പുതിയ പാലം ഇവിടെ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്ക് പേജിലും GK ബ്ലൂം എന്ന് പറഞ്ഞാൽ അതേ ഫേസ്ബുക്ക് പേജിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ക്ലൈമറ്റുള്ള ഒരു ആംബിയൻസ് തന്നെ അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എടപ്പള്ളി സിഗ്നൽ വരെയാണ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വീടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞതിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.